ഹായ് ഓൾ, എൻ്റെ പേര് രജനീഷ്. ഞാൻ കോഡ് റോബോ എന്ന് പറയുന്ന റോബോട്ടിക്സ് കോഡിംഗ് AI ട്രെയിനിങ് സെൻറ്ററിൻ്റെ CEO ആണ്. നമ്മൾ കേരളത്തിലുടനീളം എല്ലാ ടൗൺഷിപ്പുകളിലും ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഗുണഫലങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. പ്രാഥമികമായി നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടാതിരിക്കും, എന്ത് ചെയ്താൽ നമുക്ക് സ്ഥിര വരുമാനം ഉണ്ടാവും, എന്ത് ചെയ്താൽ തുടർച്ചയായി കിട്ടും, ഈ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഫ്രാഞ്ചൈസി ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു സക്സസ്ഫുൾ മോഡൽ ആക്കിയ ശേഷമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുന്നത്. 3 വർഷം സമയമെടുത്താണ് ഞങ്ങൾ ഇതിനെ ഒരു സക്സസ്ഫുൾ ഫോർമുലയാക്കി മാറ്റിയത്. നമുക്കെല്ലാവർക്കും അറിയാം, റോബോട്ടിക്സ് ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. AI ആണെങ്കിൽ വളരെ വേഗം ലോകമാകെ വ്യാപിക്കുകയാണ്. എന്നാൽ ഈ ഏരിയയിൽ നമ്മളുടെ നാട്ടിൽ ഒരു ട്രെയിനിങ് സെൻറ്റർ ഇപ്പോൾ നിലവിലുണ്ടോ? കോഡിങ്ങും റോബോട്ടിക്സും AIയും സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ട് 2-3 വർഷങ്ങളായി. അപ്പം ഈ മേഖലയിൽ അധ്യാപകരില്ല, ഈ മേഖലയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ ഈ മേഖല അതിവേഗം ഇൻ്റർനാഷണൽ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോ ടൗൺഷിപ്പിലും റോബോട്ടിക്സ് AI കോഡിംഗ് ഇതിൻ്റെ ട്രെയിനിങ് സെൻറ്ററുകൾ ആരംഭിക്കാൻ പോകുന്നത്. ഒരു പ്രത്യേകത ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ മുതൽ മുടക്ക് വളരെ കുറവാണ്. അതേസമയം അഷ്വേർഡ് ബിസിനസ് റിട്ടേൺസ് ആണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ക്ലയൻറ്റ് ബേസ് വളരെ വലുതാണ്. ആരൊക്കെയാണ് നമ്മുടെ ക്ലയൻറ്റ് ബേസ്, ആർക്കാണ് നമ്മൾ ഈ പ്രോജക്റ്റ് സെല്ല് ചെയ്യുന്നത്, ഇതാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഇതിൻ്റെ പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ റൂം, അതിലേക്കുള്ള റോബോട്ടിക് ടൂൾ കോമ്പണൻസ് എല്ലാം അടക്കം പരമാവധി വരുന്നത് 7 ലക്ഷം രൂപയാണ്. ഈ 7 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ബിസിനസ് പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്ലാൻ 1, നമ്മുടെ കമ്പനി ആദ്യമായിട്ട് തുടങ്ങിയത് സ്കൂളുകളിൽ, പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ റോബോട്ടിക് ക്ലബ്ബുകളും റോബോട്ടിക് ലാബുകളും സെറ്റ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ചുറ്റുപാടുമുള്ള ഏരിയയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു ടൗൺഷിപ്പിൽ തന്നെ 10-15 പ്രൈവറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ എയ്ഡഡ്, അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകളുണ്ടാവും. അത്രയധികം സ്റ്റുഡൻറ് സ്ട്രെങ്ത് നമുക്കുണ്ട്. ഇവരാണ് നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ്. നമ്മൾ ഓരോ സ്കൂളുകളിലും റോബോട്ടിക് ക്ലബ്ബുകൾ സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ റോബോട്ടിക് ലാബുകൾ സെറ്റ് ചെയ്യും. 1 മുതൽ 10 വരെ നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ ഇതാണ്. +1, +2 ഉള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക്, എൻജിനീയറിംഗിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മൾ സെമിനാറുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ബേസിക്സ് ആൻഡ് അഡ്വാൻസ് റോബോട്ടിക്സിൻ്റെ പ്രോഗ്രാം കൊടുക്കും. അവർക്ക് അതിനുശേഷം +2 കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകൾ കൊടുക്കും. അതിനോടൊപ്പം തന്നെ ഈ കോഴ്സുകൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മളിത് നിങ്ങളുടെ ഏരിയയിൽ കൂടെ പ്രൊമോട്ട് ചെയ്യും. ഈ ഒരു രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ബിസിനസ് ഫോർമുലയാണ്. കാരണം ഒരു സ്കൂളിൽ നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും മിനിമം പ്ലാൻ 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപയുടെ ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 50% ആണ്. ഈ 50% പ്രോഫിറ്റാണ് നമ്മൾ 40% നിങ്ങൾക്കും 60% നമുക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി 75,000-ൻ്റെ ഒരു 40% നോർമൽ എടുക്കുക. ഒരു 30,000 റുപ്പീസ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിൽ 10 സ്കൂളുകളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാവും. അത് പ്ലാൻ 1 ബിസിനസ്സിൽ നിന്നും. അങ്ങനെ പ്ലാൻ 1, പ്ലാൻ 2, ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ്, ഡിപ്ലോമ പ്രോഗ്രാംസ്, അങ്ങനെ നമ്മൾ ഈ യുണീക്ക് ഫോർമുലേനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുകയാണ്. ഈ ഒരു മേഖലയുടെ തുടക്കത്തിലാണ് നമ്മളിതിനെ വരുന്ന 5 വർഷം വൈഡ് എക്സ്പാൻഷൻ പ്ലാനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏരിയയിലുള്ള സ്കൂൾസുകൾ കവർ ചെയ്യുക, കോളേജുകൾ കവർ ചെയ്യുക, +1, +2 വിദ്യാലയങ്ങളിൽ നിങ്ങൾ പ്രിൻസിപ്പൽമാരുമായിട്ട് സംസാരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അക്കാഡമിക് ടീം ഉണ്ടാവും. ഒരു ബിഗ് ടീം ആയിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജൂൺ റൈറ്റ് ടൈമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഈ അക്കാഡമിക് ഇയറിനുള്ളിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും
അതിനപ്പുറം ഒരു പ്രോഫിറ്റും നിങ്ങൾക്ക് ഈ അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് അഷ്വർ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മളുടെ ബിസിനസ് പ്ലാൻ. ഇതിൽ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറവാണെന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ ഒരു ഷോപ്പ് തുറക്കുന്നു, നമ്മളതിനകത്ത് കുറേ ഇൻഫ്രാക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ പരസ്യങ്ങൾക്ക് കുറേ പണം കൊടുക്കുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ എപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരും, എപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടും, എപ്പോൾ നമുക്ക് സ്ഥിരമായൊരു വരുമാനം കിട്ടുന്ന ചോദ്യത്തിന് നിങ്ങൾ സെൻറ്റർ തുറന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 months നിങ്ങൾക്ക് ഇൻകം വന്നു തുടങ്ങുന്നുള്ളത് ആൾറെഡി പ്രൂവഡാണ്. കാരണം ഞങ്ങൾക്ക് 6ഓളം സെൻറ്ററുകൾ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നോർത്ത് കേരളയിൽ. ഇത് കേരളം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനുള്ള ഭാഗമായിട്ടാണ് ഞങ്ങളിത് പരസ്യം കൊടുത്തത്. അതിൽ നിങ്ങളുടെ കോൾ വന്നിട്ടുണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും. സോ ഫോർ എനി ഫർദർ ഡൗട്ട്സ് യു ക്യാൻ ഡയറക്റ്റ്ലി കോൾ us. താങ്ക് യു.